بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. بيان حكم العمل المشوب واستحقاق الثواب به. കലർപ്പുള്ള അമലിന്റെ ഹുക്കുമിനെ കുറിച്ചുള്ള ബയാൻ, അതുകൊണ്ട് സവാബിന് അർഹമാകുമോ ഇല്ലേ എന്ന വിഷയവും. കലർപ്പ് വന്ന അമല് ഇഖ്ലാസിന്റെ നിയ്യത്തോടുകൂടെ വേറെ പലതും കലർപ്പായി വന്നു, അങ്ങനെ വന്നതിന്റെ ഹുക്കുമെന്താണ്, അതിന് സവാബിന് അർഹമാണോ അല്ലേ, ഇതാണ് ഈ ബാബിൽ പറയുന്നത്. യഅലം അന്നൽ അമല, ഒരു അമല് ഇദാ ലം യകുൻ ഖാലിസൻ ലിവജ്ഹില്ലാഹി തആല, അള്ളാഹുവിന്റെ വജഹിന് അത് ഖാലിസ് ആയില്ല എങ്കിൽ, പരിപൂർണമായി അള്ളാഹുവിന് വേണ്ടി ആയില്ല, ബൽ ഇംതസജ ബിഹി, അത് കലർന്നു, ശൗബും മിന റിയ, റിയാഇന്റെ ഒരു കലർപ്പും കൂടെ കലർന്നു. അള്ളാഹുവിന്റെ ചിന്തയുമുണ്ട്, റിയാവുമുണ്ട്. ഔ ഹുദൂദുൻ നഫ്സ്, അല്ലെങ്കിൽ നഫ്സിന്റെ വിവിധങ്ങളായ ഓഹരികൾ, ചിന്തകൾ, അതും കലർന്നു. എന്നാൽ അവിടെ എന്താണ്, ഫഖദ് ഇഖ്തലഫൻ നാസു, പണ്ഡിതന്മാരായ മഹത്തുക്കൾ ഇഖ്തിലാഫായി, ഫി അന്ന ദാലിക, ഇത് ഹൽ യഖ്തളി സവാബൻ, ഇത് സവാബിനെ തേടുമോ, സവാബിന് ലഭ്യമാകുമോ, അം യഖ്തളി ഇഖാബൻ, അതല്ല ശിക്ഷയെ തേടുമോ, ശിക്ഷയാണോ ഇതിന് ലഭിക്കുന്നത്, അം അതല്ല ലാ യഖ്തളി ശൈഅൻ അസ്ലൻ, ഒട്ടും തന്നെ ഒന്നും ഇതിനെയും തേടുകയില്ലേ, സവാബും ഇല്ല ഇഖാബും ഇല്ല, അങ്ങനെയാണോ. പല യകൂനു ലഹു, അത് ഇയാൾക്ക് അനുകൂലമാകത്തില്ല, പല അയക എതിരുമാകത്തില്ല, അങ്ങനെയാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. കുറെ പേര് പറയുന്നത് പ്രതിഫലം കിട്ടുമെന്ന്, കുറെ പേര് പറയുന്നത് ശിക്ഷയാണ് കിട്ടുന്നത്, പ്രതിഫലം ഒന്നും കിട്ടത്തില്ല എന്ന്, വേറെ ആൾ പറയുന്നത് പ്രതിഫലവും ഇല്ല ശിക്ഷയില്ല. ഇങ്ങനെ ഇഖ്തിലാഫ് വന്നിട്ടുണ്ട്. അമ്മല്ലതി, ഇപ്പോൾ ഒരു അമല് ലം യുറദ് ബിഹി, അല്ലെങ്കിൽ ലം യുരിദ് ബിഹി, അതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചില്ല, ഇല്ല റിയാഇനെ അല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്തയുമില്ല, റിയാഇന് വേണ്ടി മാത്രം അമൽ ചെയ്തെങ്കിൽ ഫഹുവ അലൈഹി, അയാൾക്ക് എതിരെയാണ്, ഖത്അൻ, ഖണ്ഡിതമായി. ഫഹുവ സബബുൽ മഖ്തി വൽ ഇഖാബി, അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷയ്ക്കും അത് കാരണമാണ്. അമ്മൽ ഖാലിസു ലിവജ്ഹില്ല, ഇനി അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ഖാലിസായത്, റിയാഇന്റെ ലവലേശമില്ല, ഒരു കലർപ്പുമില്ല, അത് ഫഹുവ സബബു സവാബി, പ്രതിഫലത്തിന് കാരണമാണ്. വൈന്നമൻ നളുറു, ഇവിടെ ചിന്തിക്കേണ്ടത് ഫിൽ മശൂബി, കലർപ്പുള്ളതിന്റെ വിഷയത്തിലാണ് ചിന്തിക്കേണ്ടത്. ലാഹിറുൽ അഖ്ബാരി, ഹദീസുകളുടെ ലാഹിർ തദുല്ലു അലാ അന്നഹു ലാ സവാബലഹു, ഈ കലർപ്പുള്ളതിന് സവാബില്ല എന്നാണ് ഹദീസിന്റെ ലാഹിർ നമ്മളെ അറിയിക്കുന്നത്. വലൈസ തഖുലുൽ അഖ്ബാറു, ഹദീസുകൾ ഒഴിവാവുകയില്ല, തആറുദ് ഫീ, അതിൽ തആറുദിനെ തൊട്ട്, അത് ഹദീസിൽ തന്നെ തആറുദുണ്ട്, സവാബ് കിട്ടുമോ ഇല്ലെന്നുള്ള തആറുദ് പൊതുവെ ഹദീസിന്റെ പല റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. വല്ലദീ യൻഖദിഹു ലനാ ഫീഹി, ചില കിതാബിൽ ലനാ എന്നാണ്, ലിമാ ഫീഹി എന്നുണ്ട്. ലിമാ ഫീ എന്ന് വെച്ചാൽ അവിടെ അമൽ മാനഫ് ശരിയാകുന്നില്ല. വല്ലദീ ഒരു അഭിപ്രായം, യൻഖദിഹു ലനാ, അത് നമുക്ക് വെളിവാകുന്നു, ഫീഹി, ഈ വിഷയത്തിൽ നമുക്ക് വെളിവാകുന്നത് എന്താണ്, അള്ളാഹുവിന്റെ അടുക്കലാണ് ഇൽമ്, നമുക്ക് വെളിവാകുന്നത് എന്താണ്, അൻയൻദുറ, അവൻ നോക്കലാണ്, ലാ ഖദിരി ഖുവ്വത്തിൽ ബാഅസ്, പ്രേരിപ്പിക്കുന്ന വസ്തുവിന്റെ ആ പ്രേരകത്തിന്റെ ഖുവ്വത്തിന്റെ അളവിലേക്ക് നോക്കലാണ്, ഏത് പ്രേരണയാണ് കൂടുതൽ ഖുവ്വത്തുള്ളത് നോക്കലാണ്. ഫൈൻ കാനൽ ബാഅസു ദീനിയായ പ്രേരണ മുസാവിയൻ ലിൽ ബാഅസിൻ നഫ്സി, നഫ്സിയായ പ്രേരണയോട് തുല്യമാണെങ്കിൽ, ദീനിന്റെ പ്രേരണ ഇയാളുടെ മനസ്സിലുണ്ട്, നഫ്സിയായ ഒരു പ്രേരണയും, രണ്ടും തുല്യമാണ് എങ്കിൽ തഖാവമ, അത് രണ്ടും കൂടെ പോരടിക്കും. അപ്പൊ തസാക്കത്ത, രണ്ടും താഴെ പോകും. അപ്പൊ എന്താ, ദീനിയായ പ്രേരണ കൊണ്ട് ഗുണവും കിട്ടത്തില്ല, നഫ്സിയായ പ്രേരണയുടെ പേര് ശിക്ഷയും ഉണ്ടാകത്തില്ല. വസാറൽ അമലു, ആ അമലാകും ലാ ലഹു, അയാൾക്ക് അനുകൂലവുമല്ല, വലാ അലൈഹി, അയാൾക്ക് എതിരുമല്ല, അങ്ങനെ ആവും. ഇനി വൈൻകാന ബാഹ്സു റിയാഇ അഗലബ, റിയാഇന്റെ പ്രേരകമാണ് കൂടുതലെങ്കിലോ, വാഖുവ, കൂടുതൽ ബലമുള്ളതെങ്കിലോ, അപ്പൊ ഫഹുവ അത് ലൈസ ബിനാഫിഉൻ, പ്രയോജനം ചെയ്യുന്നതല്ല. ഫഹുവ മഅദാലിക, അതോടുകൂടെ, അങ്ങനെ ആയതോട് പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളതോടുകൂടെ അത് മുളിറുൻ, അത് ഉപദ്രവകരമാണ്, മുഫ്ലിൻ ലിൽ ഇഖാബി, ശിക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമാണ്. നാം പക്ഷേ
അൽ ഇഖാബുല്ലദീ ഫീഹി, ഇതിലുള്ള ശിക്ഷ ഏതില്? റിയാന്റെ ഭാഗം ഗാലിബാണ്, അള്ളാഹുവിന്റെ ചിന്തയും ഉണ്ട്. അങ്ങനെയുള്ള റിയാ മാത്രമല്ല, അങ്ങനെയുള്ളതിൽ ഉള്ള ശിക്ഷ അഖഫ്, അല്പം ലഘുവായിരിക്കും. മിൻ അക്കാബിൽ അമലില്ലതി, ഒരു അമലിനുള്ള ശിക്ഷയേക്കാൾ. എങ്ങനത്തെ അമല്? തജറദൽ റിയാന് വേണ്ടി മാത്രം തനിച്ചു, റിയാ മാത്രമുള്ള അമലിനുണ്ടാകുന്ന ശിക്ഷയേക്കാൾ ഈ ശിക്ഷ അല്പം കുറവായിരിക്കും. റിയാന് വേണ്ടി മാത്രമേ തനിച്ചു. വലം യംതസിജ് ബിഹി, അതിനോട് കലർന്നതേയില്ല. ഷായിബത്തു തഖറുബി, അള്ളാഹുലേക്ക് അടുപ്പം സിദ്ധിക്കുക എന്നുള്ള ആ കലർപ്പ് ഉണ്ടായതേയില്ല. അങ്ങനെയുള്ള വെറും റിയാന് വേണ്ടിയുള്ള അമലിനുള്ള ശിക്ഷയേക്കാൾ ഈ കലർപ്പുള്ള ശിക്ഷ അല്പം കുറയും. ഇനി വൈങ്കാന കസ്തു തഖറുബി, തഖറുബിന്റെ കസ്ത് അഗലബ, റിയാ അല്ല ഗാലിബായത്, മറിച്ച് പിന്നെ അള്ളാഹുവിന്റെ തഖറുബിന്റെ ഭാഗമാണ് ഗാലിബായി നിൽക്കുന്നതെങ്കിൽ, അങ്ങനെ വന്നെങ്കിൽ അള്ളാഹുലേക്ക് അടുക്കണമെന്നുള്ള ആ ചിന്തയാണ്, അതാണ് ഗാലിബായതെങ്കിൽ, ബിൽ ഇദാഫത്തി ഇലൽ ബാഅസിൽ ആഖിരി, മറ്റ് പ്രേരണയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇതാണ് ഗാലിബ് എങ്കിൽ, ഫലഹു, അയാൾക്കുണ്ട്, സവാബുൻ, പ്രതിഫലമുണ്ട്, കതിരിമാ ഫതുല, മിച്ചം വന്ന ഒരളവ്, എത്രയാണോ കൂടുതലുള്ളത് അതിന് പ്രതിഫലം കിട്ടും. ഈ റിയാവും ആമലും തഖറുബും തമ്മിലുള്ള ആ ബന്ധം തുല്യമായി നിൽക്കുന്നതിന് കൂലിയില്ല, ശിക്ഷയില്ല. കൂടുതൽ വരുന്നതിന് കൂലി കിട്ടും. മിൻ ഖുവ്വത്തിൽ ബാഅസി, ദീനിയായ ബാഅസിന്റെ ഖുവ്വത്തിൽ നിന്നും മിച്ചം വരുന്നതിന്റെ അളവനുസരിച്ച് അയാൾക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ അതാ ഇപ്പറഞ്ഞത് ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞ ഈ വാക്കിൽ നിന്ന് കിട്ടിയതാണ്. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, ആരെങ്കിലും അമൽ ചെയ്താൽ ഒരു അണു അളവോളം ഖൈറിനെ ചെയ്താൽ യറഹു, അതിനെ അവൻ കാണുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിയാനോട് കൂടെ, റിയാന്റെ ചിന്ത ഉള്ളതോട് കൂടെ ഖൈറായ ചിന്തയും കൂടെ ഉണ്ടെങ്കിൽ, ആ ഖൈറായ ചിന്ത കുറച്ച്, ആ ചിന്ത ഗാലിബായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറഹു, ഒരാൾ മിസ്കാൽ ദർറത്തി തിന്മ ചെയ്താൽ അതിനെ അവൻ കാണും. അപ്പൊ ആ തിന്മ റിയാ ആണ് വരുന്നതെങ്കിൽ റിയാന്റെ ശിക്ഷ കിട്ടും, മറ്റേതിന് അതിന്റെ പ്രതിഫലം കിട്ടും. വിശുദ്ധ ഖുർആൻ വീണ്ടും ഒരു ഖൗലി തആല, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറത്തിൻ, അല്ലാഹു തആല ശിക്ഷിക്കത്തില്ല, മിസ്കാൽ ദർറത്ത് പോലും ശിക്ഷിക്കത്തില്ല. ഫൈൻ തക്കു ഹസനത്തൻ, ഒരു നന്മ അവൻ ചെയ്ത കാര്യം നന്മയാണെങ്കിൽ അല്ലാഹു തആല അതിനെ ഇരട്ടിയാക്കും. നന്മ ഉണ്ടെങ്കിൽ അതിനെ ഇരട്ടിയാക്കി തരും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. നന്മയാണ് കൂടുതലെങ്കിൽ അവിടെ ഇയാൾക്ക് എന്ത് ചെയ്യും? ആ കൂടുതലുള്ളതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഫലാ യംബഗി, പാടില്ല, അവൻ പാഴാക്കാൻ പാടില്ല, ഖസ്ദൽ ഖൈരി, ഖൈറിന്റെ ചിന്തയെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? പാഴാക്കാൻ പാടില്ല. ഖൈറിന്റെ ചിന്തയെ അവൻ പാഴാക്കരുത്. ബൽ ഇൻകാന ഗാലിബൻ അലാ ഖസ്ദി റിയായി, ഈ ഖൈറിന്റെ ചിന്ത റിയാഇന്റെ ആ ഖസ്ദിനേക്കാൾ ഗാലിബാണെങ്കിൽ അപ്പൊ ഹബത്ത മിൻഹു, അവനെ തൊട്ട് വീണുപോകും. അൽ ഖദറുല്ലദീ യുസാവിഹി, ഒരളവ് പാപം അവന് വീണുപോകും. യുസാബി, അത് ഇതിനോട് തുല്യമാകും, റിയാനോട് തുല്യമായത് താഴെ പോകും. അപ്പൊ ബക്കിയത്ത് സിയാദത്ത് ബാക്കിയാവും, അതിന് പ്രതിഫലം കിട്ടും. ഇനി ബൈങ്കാനബ് മഗ്ലൂബൻ, ഈ പിന്നെ ഖൈറ് അത് മഗ്ലൂബാണ്, കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം ഷർറാണെങ്കിലോ സഖത്ത ബി സബബിഹി, അത് കാരണമായി വീണുപോകും. ഷൈഉം മിൻ ഉഖൂബത്തിൽ ഖസ്ദിൽ ഫാസിദി, ഫാസിദായ ആ പിന്നെ ഉദ്ദേശത്തിന്റെ ശിക്ഷയിൽപ്പെട്ട അല്പം ഇത് കാരണമായി വീണുപോകും. ശിക്ഷ ഉണ്ടാകും, പക്ഷേ അല്പം ഇവിടെ ഒരു തഖറുബുണ്ടല്ലോ, അതിനു വേണ്ടി അത്രയും ശിക്ഷ അയാളിൽ നിന്നും ഒഴിവാകും. കശ്ഫുൽ ഖതാഇ, ഈ പറഞ്ഞതിന്റെ ഖതാഇനെ തുറന്നു കാണിക്കൽ, ഇതെല്ലാം മൂടിയിരിക്കുകയാണ്, ഈ പറഞ്ഞ വിഷയങ്ങളിൽ അങ്ങനെ വ്യക്തമാകുന്നില്ലല്ലോ. ആ മൂടിയെ ഇളക്കൽ അൻഹാദ, ഇതിനെ തൊട്ട് എങ്ങനെയാണ്? അന്നൽ അമാല, അമലുകൾ, തഅസീറുഹ, അതിന്റെ പ്രതിഫലനങ്ങൾ ഫിൽ ഖുലൂബി, കൽബുകളിലാണ്, ബി തഅക്കീദി സിഫാത്തിഹ, അതിന്റെ സിഫത്തുകളുടെ തഅക്കീദ് അനുസരിച്ച്. സിഫത്ത് എത്ര മുഅക്കദാണോ അതനുസരിച്ചായിരിക്കും അമലിന് തഖറുബ് പിന്നെ തഅസീർ ഉണ്ടാകുന്നത്. അപ്പൊ ദാഇയത്തുർ റിയാഇ, റിയാഇന്റെ പ്രേരണ, റിയായിലേക്കുള്ള ക്ഷണം, അത് മിനൽ മുഹ്ലിക്കാത്തി, നശിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. ഹാദൽ മുഹ്ലിക്ക്, ഈ നശിപ്പിക്കുന്ന ഈ റിയാഇന്റെ ഖദാ, ഏതിലൂടെയാണ് ഈ റിയാ വർദ്ധിക്കുന്നതെന്ന്? വഖുവ്വത്തിഹി, അതിന്റെ വഖുവ്വത്തുഹു, അതിന്റെ കുവ്വത്തും, ഏതിന്റെ കുവ്വത്ത്? ഈ റിയാ ആകുന്ന നശിപ്പിക്കുന്ന വസ്തുവിന്റെ ഖദാഉം അതിനുള്ള കുവ്വത്തും അല്ല അമലു അലാ ബിഫ്ഖിഹി, ആ ചിന്ത അനുസരിച്ച് അമൽ ചെയ്യലാണ്. ബാക്കി റിയാന്റെ ചിന്ത വന്നു, അപ്പൊ അത് ചെയ്തില്ല, അപ്പൊ വിഷയമില്ല.
ആ ചിന്തയോടുകൂടി ചെയ്യുമ്പോഴാണ് ആ റിയ ഇങ്ങനെ കൂടുതൽ. അതാ റിദ എന്ന് പറഞ്ഞത്. റിദ എന്ന് പറഞ്ഞാൽ ഭക്ഷണവും എന്നാണല്ലോ. ഈ നാശം വർദ്ധിക്കുന്നത്, ഈ നശിപ്പിക്കുന്ന സാധനം, അത് അതിന്റെ കഥ, അത് വളരാനുള്ള കാരണം എന്താണ്? അൽ അമലു അലാ ബിഫ്തിഹി, ആ ചിന്ത കൊണ്ട് അമൽ ചെയ്യലാണ്. ബദായത്തുൽ ഖൈരി, ഖൈറിന്റെ പ്രേരണ മിനൽ മുൻജിയാത്തി. അപ്പോൾ റിയാഇന്റെ ദാഹയത്ത്, അതിലേക്ക് വിളിക്കുന്നത്, ആ പ്രേരണ അത് നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. വദാഹയത്തുൽ ഖൈരി, ഖൈറിന്റെ ദാഹയത്ത്, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന കാര്യം, ഖൈറിന്റെ പ്രേരകം, അത് മിനൽ മുൻജിയാത്തി, അത് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. വൈന്നമാ കൂവത്ത്, ഇതിന്റെ കൂവത്ത്, മറ്റതിന്റെ ദാഹയത്ത്, മറ്റതിന്റെ കഥ ഒക്കെ പറഞ്ഞു നേരത്തെ. ബാങ്ക് വിളിച്ചപ്പോൾ നിർത്തിപ്പോയതാണ്. പിന്നെ ഏതിന്റെ റിയാഇന്റെ കഥ എന്താണെന്ന് പറഞ്ഞു, അതനുസരിച്ച് അമൽ ചെയ്യലാണ്. അപ്പൊ ഇതിൻ്റെതോ വൈന്നമാ കൂവത്തുഹ, ഇതിന്റെ കൂവത്ത് ബിൽ അമലി അലാ ബിഫ്തിഹ, ഈ ദാവയത്തനുസരിച്ച് അമൽ ചെയ്യൽ കൊണ്ടാണ്. അപ്പൊ ആ ഖൈറിന്റെ ചിന്ത വന്നപ്പോൾ അതനുസരിച്ച് അങ്ങോട്ട് അമൽ ചെയ്ത് പോയാൽ റിയാ ഇല്ലാതായി തീരും. അപ്പൊ ഇത് ജിത്തമഹത്തി സിഫത്താനി, അപ്പൊ ഈ രണ്ട് സിഫത്തും കൂടെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരാളില്, റിയാഇന്റെ ദാവയത്തും വന്നു, ഖൈറിന്റെ ദാവയത്തും വന്നു, ഫിൽ ഖൽബി, ഖൽബിൽ. അപ്പൊ ഫഹുമ, അത് രണ്ടും മുത്തലാബ്ദത്താനി, പരസ്പരം വിരുദ്ധമാണ്. അപ്പൊ ഇത് അമീൽ ഒരുത്തിന് അമൽ ചെയ്താൽ അലാ ബിഫ്തി മുഖ്തദ റിയായി, റിയാഇന്റെ തേട്ടത്തിനനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ ഫഖദ് ഖവ്വ, അയാൾ ശക്തിപ്പെടുത്തി തിൽക്ക സിഫത്ത, ആ റിയാഇന്റെ സിഫത്തിനെ. വൈങ്കാനൽ അമൽ, ഇനി അമലായാൽ അലാ ബിഫ്തി മുഖ്തദ തഖറുബി, അള്ളാഹുലേക്കുള്ള അടുപ്പത്തിന്റെ ആ തേട്ടം, അതനുസരിച്ചാണ് അമലെങ്കിലോ ഫഖദ് ഖവ്വ, അവൻ ശക്തിപ്പെടുത്തി അയ്തൻ തിൽക്ക സിഫത്ത, ആ സിഫത്തിനെ, ഈ ഖൈറിന്റെ സിഫത്തിനെ അവൻ സ്ഥിരപ്പെടുത്തി. വാഹദുമാ, രണ്ടിൽപ്പെട്ട ഒന്ന് മുഹ്ലിക്കുൻ വല്ലാഹുറു മുൻജിൻ. അപ്പൊ വൈങ്കാന തഖ്വിയത്തു ഹാദ, ഇതിന്റെ തഖ്വിയത്ത് ബി ഖദരി തഖ്വിയത്തിൽ ആഖിരി, മറ്റതിന്റെ തഖ്വിയത്തിന്റെ അളവനുസരിച്ചാണെന്ന് വരുമ്പോ, അതിന്റെ തഖ്വിയത്തിന്റെ അളവനുസരിച്ച് ഇതിന്റെ തഖ്വിയത്തിന് വരുമ്പോ ഫഖദ് തഖാവമ, രണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. അപ്പൊ അതില് എത്രയാണോ ഇയാൾക്ക് നന്മയുള്ളത്, ആ നന്മ കൂടുതലുള്ള നന്മയ്ക്ക് അയാൾക്ക് പ്രതിഫലം കിട്ടും. ഇൻഷാ അല്ലാഹ് ഫക്കാനക്കൽ മുസ്തദിരി മുതൽക്കുള്ളത് പിന്നീട് എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഗഹനമായൊരു വിഷയമാണ്, സമയം കിട്ടിയില്ല.